അതിൽ അതായത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ പറയുന്നത്, ഓഡിയോയിൽ പറയുന്നത്. അതിൽ ഈ MK കണ്ണൻ AC മൊയ്തീൻ അടക്കമുള്ളവർ വലിയ ഡീലുകാരാണ്, വലിയ സമ്പന്നരാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിൽ? അത് ഈ ആരോപണം അടിസ്ഥാനം ചെയ്താണ്. MK കണ്ണനെയും AC മൊയ്തീനെയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ്. ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല. അതുകൊണ്ട് ഇവരുടെ ഈ പാർട്ടി നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവർ ജനങ്ങളിൽ അംഗീകാരം നേടി പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അവരെ പേരിൽ തെറ്റിദ്ധാരണ പടർത്തി അവരെ തകർക്കാൻ കഴിയുമെന്നുള്ളത് ആരും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവാൻ ഇടയില്ല. അതുകൊണ്ട് CPM-ൻ്റെ ഏതൊരു നേതാവും കേഡറും ചില തത്വങ്ങൾ, പരിശുദ്ധി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന നേതാക്കളിൽ രണ്ടുപേരാണ് AC മൊയ്തീനും കണ്ണനും. അതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അതൊക്കെ പാർട്ടിക്കകത്ത് ആരോപണമില്ല. പാർട്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തല്ലേ? ഇല്ല അതല്ല. അല്ല, അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആ ആരോപണം അടിസ്ഥാനം ചെയ്താണ്. പാർട്ടിക്കകത്ത് പ്രശ്നമൊന്നുമില്ല. പരിശോധിച്ച തൃശ്ശൂർ ഈ പ്രശ്നങ്ങളിൽ പാർട്ടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ് നിലപാട് പറയുന്നത്. അവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നത്